ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ചെയ്ത ഡ്രസ്സിൽ എംബ്രോയ്ഡറി ചെയ്തെടുത്തത് മിഷീൻ്റെ മുകളിലാണ് ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ അത് മാത്രമായിട്ടൊരു ലോങ് വീഡിയോ ഇടാമെന്ന് ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണിത്. എൻ്റേത് സാധാ സിംഗിൾ മെഷീനാണ്. ആ മെഷീൻ്റെ മുകളിലാണ് ഞാൻ ഈ ഡ്രസ്സിൻ്റെ മുകളിലുള്ള എംബ്രോയ്ഡറി സിമ്പിളായിട്ട് എംബ്രോയ്ഡറി ചെയ്തെടുത്തത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഡിസൈന് നോക്കിയിട്ട് ഒരു പേപ്പറിൽ വരച്ച് വെക്കുക, സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. എന്നിട്ട് അത് ഡ്രസ്സിൻ്റെ ഏത് ഭാഗത്താണോ സ്റ്റിച്ച് ചെയ്യേണ്ടത്, എംബ്രോയ്ഡറി ചെയ്തെടുക്കേണ്ടത്, അവിടെ അത് ആദ്യം ആ തുണി നിവർത്തിയിടുക. അതിൻ്റെ മുകളിൽ കാർബൺ പേപ്പർ, അതായത് ട്രേസിങ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ വരച്ച പേപ്പർ വെക്കുക. എന്നിട്ട് അതിലിങ്ങനെ ചെറുതായിട്ട് പെന്നോണ്ട് വരച്ചു കൊടുത്താൽ അതിൻ്റെ ട്രേസ് തുണിയിലേക്ക് ആയിട്ടുണ്ടാകും. ഡിസൈന് വരയ്ക്കുന്നത് തുണിയുടെ ചീത്ത വശത്താണ്. ഇത് ഞാനിപ്പോൾ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തും 2 സ്ലീവിൻ്റെ മുകളിലും പിന്നെ താഴേക്കുള്ള ഭാഗത്തുമാണ് ഡിസൈന് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ആദ്യം ട്രേസ് ചെയ്ത് വെക്കാം. അപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒരു ചെറിയ ലൈൻസ് ഇങ്ങനെ ട്രേസ് ആയിട്ടുണ്ടാവും. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ മെഷീൻമേൽ എംബ്രോയ്ഡറി ചെയ്തെടുക്കാം. ഇനി നമ്മൾ മെഷീൻമേൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ത്രെഡ് ബോബിനിൽ ഒരു ലൈറ്റ് വേണ്ടി ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുത്തതിന് ശേഷം സാധാ ബോബിൻ കേസ് അറ്റാച്ച് ചെയ്യുന്ന പോലെ ഇത് അറ്റാച്ച് ചെയ്യുക. അതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ബോബിൻ കേസിൻ്റെ അവിടെ മുകളിലൊരു സ്ക്രൂ കാണുന്നില്ലേ, ആ സ്ക്രൂ കുറച്ച് ലൂസാക്കി കൊടുക്കുക. അതായത് നമുക്ക് ആ നൂല് അത്യാവശ്യം അനായാസം അതിങ്ങനെ വലിച്ചെടുക്കുന്ന രീതിയിൽ അത് ലൂസാക്കി കൊടുക്കുക. അത് നോർമലി നല്ല ടൈറ്റാണ് ഉണ്ടാവുക. ഈ ത്രെഡ് കൊടുക്കുമ്പോൾ നമ്മൾ ആ സ്ക്രൂ കുറച്ചൊന്ന് ഓവർ ലൂസ് ആവരുത്, കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കുക. ശേഷം നോർമലി ചെയ്യുന്ന പോലെ തന്നെ ത്രെഡ് പുറത്തേക്ക് എടുത്തിടുക. എന്നിട്ടത് സാധാ നമ്മളൊരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്യുക. താഴെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതിന് ഞാൻ മുകളിൽ നൂലിടുന്നത് വൈറ്റ് നൂലാണ്. ഇത് വൈറ്റ് ഡ്രസ്സിലായതുകൊണ്ട് വൈറ്റ് നൂലാണ് ഇടുന്നത്. വൈറ്റ് നൂല് സാധാ പോലെ ചുറ്റി സൂചിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ആ വൈറ്റ് സാധാ നൂലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് താഴെയുള്ള നൂല് വലിച്ച് പുറത്തേക്കാക്കിയിടുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമുക്ക് എംബ്രോയ്ഡറി വരേണ്ട ഭാഗം, അതായത് നല്ല വശം അടിയിലേക്കാക്കിയിട്ട് ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം ഡിസൈന് വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഡിസൈന് വരയ്ക്കേണ്ടത് ചീത്ത വശത്താണ്, നല്ല വശത്തല്ല വരയ്ക്കേണ്ടത്. ഇത് നമുക്കതിന് ഡ്രസ്സിന് എവിടേക്കാണോ വേണ്ടത് അവിടെയൊക്കെ ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം.